5 ഗ്യാരണ്ടികൾ രാഹുൽ ഉറപ്പിച്ചാവർത്തിച്ചു പറഞ്ഞപ്പോൾ മോദി ഗ്യാരണ്ടിക്ക് അപ്പുറത്ത് പെൺപടകൾ രാഹുലിനൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. അവർക്ക് മുൻപിൽ കർണാടക കോൺഗ്രസിന്റെ ഉത്തമ ഉദാഹരണമായ വനിതകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. വനിതകൾക്ക് വാക്കുകൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറത്ത് പ്രഖ്യാപനങ്ങളെ നടപ്പിൽ വരുത്തിയ കോൺഗ്രസിൽ അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് രാഹുലും കോൺഗ്രസും വീണ്ടും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വന്നാൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. മഹാരാഷ്ട്രയിലെ ധൂലയിലെ മഹിളാ മേളയുടെ ഭാഗമായി നടന്ന റാലിയിൽ സംസാരിക്കവെയാണ് രാഹുലിന്റെ പ്രഖ്യാപനം. നിർധരായ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ, സർക്കാർ ജോലികളിൽ 50% സംവരണം, സ്ത്രീകൾക്ക് ഹോസ്റ്റൽ എന്നിവ ഉൾപ്പെടെ 5 മഹിളാ ന്യായി ഗ്യാരണ്ടിയാണ് രാഹുൽ പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാന ദിവസങ്ങളിലേക്ക് കടക്കവെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വരുന്നത്. ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ, കേന്ദ്ര സർക്കാർ പുതുതായി നടത്തുന്ന നിയമനങ്ങളിൽ 50% സംവരണം, ആശാവർക്കർമാർക്ക്, അംഗനവാടി ജീവനക്കാർ, ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകൾ എന്നിവരുടെ മാസ ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഇരട്ടിയാകും. സ്ത്രീകളുടെ നിയമപരമായ അവകാശങ്ങളെ കുറിച്ച് അറിയിക്കാനും അവ നടപ്പിലാക്കാനും ഓരോരോ പഞ്ചായത്തിലും ഓരോ അധികാർ മൈത്രിയെ നിയമിക്കും. ഓരോ ജില്ലയിലും വനിതകൾക്ക് ചുരുങ്ങിയത് 1 ഹോസ്റ്റൽ, നിലവിലുള്ള വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ ഇരട്ടിയാക്കും. നരേന്ദ്രമോദി വനിതാ സംവരണം ലോക്സഭയിൽ പാസാക്കി. എന്നാൽ 10 വർഷത്തിന് ശേഷം നടക്കുന്ന സെൻസസിന് ശേഷം നിങ്ങൾക്ക് സംവരണം നൽകാമെന്നാണ് മോദി സഭയിൽ പറഞ്ഞത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ ഒരു സർവേയും കൂടാതെ സ്ത്രീകൾക്ക് സംവരണം നൽകും. കർഷകർ, തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ എന്നിവരുടെ വായ്പകൾ എഴുതിത്തള്ളും. നരേന്ദ്രമോദി ശതകോടീശ്വരന്മാരുടെ 16 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയിരുന്നു. പക്ഷേ പാവങ്ങൾ അപ്പോഴും പാവങ്ങളായി മാറി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 1 വർഷത്തെ ബജറ്റ് 65,000 കോടി രൂപയാണ്. മോദി 24 വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണമാണ് ശതകോടീശ്വരന്മാർക്ക് നൽകിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തന്റെ ന്യായി ഗ്യാരണ്ടികൾ അത്രയും പ്രഖ്യാപിച്ചത്.